കാലത്തോരം മുൻപേ സ്റ്റാലിനിന്റെ അപ്പൻ വരെയാണ് ഔതക്കുട്ടി അലിനയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ. കാറ്റത്തിക്കിളിക്കൂടിലാവട്ടെ സിദ്ധാർത്ഥ വരെയാണ് നിധിയെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഔതക്കുട്ടി വീട്ടിലെത്തി അലീനയെ കണ്ടതും അയാളുടെ മനസ്സ് 55 വർഷം പിറകിലോട്ട് പോവുകയാണ്. ചിന്നമ്മയെ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയായിരുന്നോ ചിന്നമ്മ, അതേ രൂപം, ശരിക്കും മരിച്ചുപോയ ആൾ മുമ്പിൽ വന്ന് നിൽക്കുന്ന പോലെ. ഔതക്കുട്ടി കുളിര് കോരിയതുപോലെ നിൽപ്പായി. അലീന പറയാണ് നമസ്കാരം. അപ്പോൾ സ്റ്റാലിൻ പറയാണ് എന്നാൽ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്തേക്ക് പോവുകയാണ് പറയാണ്. അലീനയെ പുറത്താക്കാൻ വന്ന ഔതക്കുട്ടി ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അപ്പോൾ അലീനയുടെ മറുപടി, ഞാൻ ബാഗും പെട്ടിയൊക്കെ എടുത്ത് പോകാൻ റെഡിയായി ഇരിക്കുക. എങ്ങോട്ട് പോകുന്നേ? എങ്ങോട്ടാ പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആൻ്റപ്പച്ചേട്ടൻ എന്നോട് പറഞ്ഞു പോകാൻ വേണ്ടി ഇരുന്നോളാൻ. അപ്പയുടെ അപ്പച്ചൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇന്ന് ഉടനെ തന്നെ നിന്നെ പറപ്പിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എപ്പോഴോ റെഡി ആയിരിക്കുക. അവൻ അങ്ങനെ പറഞ്ഞോ? അത് കേട്ട ഔതക്കുട്ടി വല്ലാതെ അങ്ങ് ചമ്മിയേ. അത് ശരിയാണ്, ആരായാലും അങ്ങനെയൊക്കെ തന്നെയല്ലേ വിചാരിക്കൂ. അതിന് അലീനയുടെ മറുപടി, അയ്യോ വല്യപ്പച്ചന് കുറ്റപ്പെടുത്തിയതൊന്നുമല്ല, ഞാൻ കുറ്റം എൻ്റേതാണ്. ഞാൻ ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു. എനിക്ക് ഒട്ടും പാകമല്ലാത്ത സ്ഥലമാണിത്. പപ്പ എനിക്ക് വേണ്ടി വാങ്ങി വെച്ച ഡ്രസ്സ് പോലും എനിക്ക് പാകമല്ല. സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒരു അനാവശ്യ വസ്തുവാണ്. ആ കൊള്ളാലോ, അത്രയ്ക്ക് മോശമാണോ ഈ സ്ഥലം? സ്ഥലം മോശമല്ല, കാലാവസ്ഥയാണ്. ഒരു ചെടി കൊണ്ടുവന്ന് വെച്ച് വെള്ളമൊഴിച്ചാൽ അത് വളർന്നോളും. പക്ഷേ ഒരു മരം പറിച്ചു നട്ടാലോ? വല്യപ്പച്ചൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ആർക്കും ഗുണമൊന്നുമില്ല എന്നല്ല അലീന പറയാണ് കേട്ടോ. കുറച്ച് ദോഷമേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നതിൽ എനിക്ക് ഒരു ഗുണമുണ്ടായി, അപ്പച്ചനെയും പപ്പയെയും എല്ലാം കാണാൻ പറ്റിയല്ലോ. പിന്നീട് അങ്ങോട്ട് ഔതക്കുട്ടി സായിനെ ഒത്തിരി ഇഷ്ടമായിട്ടോ അലീനയെ. പിന്നീട് അവരങ്ങനെ കമ്പനി ആവുകയാണ്. പിന്നീട് അലീനയോട് ചായ ഇട്ട് തരാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് കൂട്ടായി. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ വീടാണ്. അവിടെയാണെങ്കിൽ വൈജയന്തി എല്ലാം വീക്ഷിക്കുന്നതാണ് കാണുന്നത്. ബബിതയും കൃഷ്ണമോളും രോഹിത്തും എല്ലാം രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്നു. ഇതെല്ലാം 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പഠിക്കുന്നുമുണ്ട്. ഇതെല്ലാം കണ്ട് വൈജ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെല്ലാം അവൾ പഠിപ്പിച്ചതാണ് എന്നല്ല. ഒരു വാശിയായി നിൽക്കുകയാണ്. ഇവർ ഈ പണിയെടുക്കുന്നതെല്ലാം കണ്ടിട്ട് വൈജ നോക്കി. പിറ്റേ ദിവസം വൈജ നേരത്തെ എഴുന്നേൽക്കുകയാണ്. ഒരു 4:30 ആകുമ്പോൾ എണീറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ നോക്കുകയാണ്. വൈകുന്നില്ല എങ്കിലും ചെയ്യാണ്. ആ സമയത്ത് കൃഷ്ണമോളും ബബിതയും എഴുന്നേറ്റ് വരികയാണ്. അല്ല, എന്താ ഇവിടെ അമ്മ ചെയ്യുന്നേ? എന്താ കണ്ടൂടെ, ഞാൻ പച്ചക്കറി അറിയുന്നു. അത് മനസ്സിലായി, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അമ്മയ്ക്ക് വയ്യാത്തതല്ലേ, ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ശരിയാവാ? മെല്ലെ മെല്ലെ ചെയ്യട്ടെ. അതൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ പോയിരുന്ന് പഠിക്കാനൊക്കെ സമയമുണ്ട്, ഞങ്ങളിത് ചെയ്തോളാം എന്ന് ബബിതയും കൃഷ്ണയും പറയാണ്. വേണ്ടാന്നല്ലേ പറഞ്ഞത്? നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ്, പോയിരുന്ന് പഠിക്കുക. അങ്ങനെ കുറേ വൈജ തർക്കിക്കുകയാണ്. അത് കഴിഞ്ഞ് തോറ്റ് മടങ്ങി ബബിത റൂമിൽ പോയി കിടക്കുകയാണ് കേട്ടോ. കൃഷ്ണമോള് ആകെ വൈജയുടെ ഒരു വാശി കണ്ട് നോക്കി നിൽക്കുകയാണ്. അലീന ഉണ്ടാക്കിയ ആ ഒരു റൂളെല്ലാം മാറ്റിയെടുക്കുക, അത് മാത്രമേ വൈജയ്ക്ക് ചിന്തയുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും അവരൊരു 6 മണി 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ് മുറ്റമടിക്കാൻ. കൃഷ്ണമോളും ബബിതയും പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഹോം നേഴ്സ് സുനിത മുറ്റം അടിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളോട് ആരാ മുറ്റം അടിക്കാൻ പറഞ്ഞേ? അത് മേഡം പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ ഹോം നേഴ്സ് അല്ലേ, മുറ്റം അടിക്കാനാണോ വന്നിരിക്കുന്നത്? അത് ഒരു 50 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു, അപ്പം ഞാൻ അടിച്ചതാ. എന്താ കുഞ്ഞേ? എനിക്ക് മേഡം പറയുന്നത് കേട്ടല്ലേ പറ്റുമോ, ഞാൻ ശമ്പളത്തിന് നിൽക്കുന്നൊരു ജോലിക്കാരിയല്ലേ. പിന്നീട് രോഹിത് എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ രോഹിത്തിന് മനസ്സിലാവണം കേട്ടോ, വൈജ അടുക്കളയെല്ലാം കൈയടക്കിയിരിക്കുന്നു, റൂൾസ് എല്ലാം മാറ്റിയിരിക്കുന്നു എന്നെല്ലാം ബബിതയുടെ അടുത്ത് പോയിട്ട് രോഹിത് പറയുകയാണ്. അപ്പോൾ രോഹിയേട്ടാ, ഇതെല്ലാം അമ്മ വാശിക്ക് ചെയ്യുന്നതാ, അലീന ചേച്ചിയോടുള്ള വാശി, അല്ലാതെ വേണച്ചിട്ട് ചെയ്യുന്നതെന്നല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ബബിതയും കൃഷ്ണമോളും. പിന്നീട് ബാലചന്ദ്രൻ വരികയാണ്. ഈ സമയത്ത് മക്കളെല്ലാവരും ചേർന്ന് ചന്ദ്രനോട് പറയാണ്, ഒന്നെങ്കിൽ അച്ഛൻ അമ്മ പറയുന്നതും കേട്ട് വീട്ടിലിരിക്കുക, അതല്ലെങ്കിൽ അച്ഛൻ അമ്മയ്ക്ക് 2 കൊടുത്തിട്ടാണെങ്കിലും അമ്മയെ ഒന്ന് നന്നാക്ക് എന്ന് ബബിത പറയാണ്. അങ്ങനെയൊക്കെ അവിടെ ഒരു വാശിയായി നിൽക്കുന്നൊരു രംഗമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ആ 24 വർഷം മുമ്പുണ്ടായ കാര്യമൊക്കെ ഇവിടെ പറയുമോ എന്നെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇനി വരാൻ പോകുന്നതൊക്കെ ഒരു അടിപൊളി എപ്പിസോഡ്സാണ്. കാറ്റത്ത് കിളിക്കൂടിലാവട്ടെ ഹരീഷ് നാട്ടിലെത്തിയതും വേഗം നീതുവിൻ്റെ അടുത്തേക്ക് പോകുന്നതെല്ലാം കാണാം. അവിടെ എത്തി നീതു താൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നതാണ് കാണിക്കുന്നത്. മുൻപത്തെ എപ്പിസോഡെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ, ഒന്ന് വാച്ച് ചെയ്യണേ. ഈ സമയം സുഭാഷും നിധിയും എല്ലാം ഹരീഷിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നീതുവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത് കാണുന്നില്ല. സുധീഷും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ സുഭാഷ് വെയിറ്റ് ചെയ്ത് 2 പേരും തിരിച്ചു വരുന്നതാണ് കാണുന്നത്. ഹരീഷും സുധീഷും വരികയാണ്. വന്ന പാടെ സുധീഷ്
ചിരിയോട് ചിരിയാണ്, നിർത്തുന്നില്ല കേട്ടോ. എന്നാൽ സുഭാഷും നിധിയും എല്ലാം ആണെങ്കിലോ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്താണ് അവർ കല്യാണത്തിന് സമ്മതിച്ചോ? കാരണം സുഭാഷിൻ്റെ ചിന്തയിൽ എന്താണ്, പ്രഗ്നൻ്റ് ആണ് നീതു എന്നുള്ളതല്ലേ. അപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചോ എന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ടെൻഷനായിരിക്കുകയാണ്. എന്നാൽ സുധീഷ് ആണെങ്കിൽ ഈ സമയത്ത് ചിരിച്ചതാവാണ് കേട്ടോ. അങ്ങനെ എന്താ ഉണ്ടായി അവിടെ, കല്യാണം അവർ സമ്മതിക്കുമോ, എന്താ പറയണേ എന്നെല്ലാം സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താ ചിരിക്കാതെ കാര്യം പറ എന്നെല്ലാം പറയാണ്. അങ്ങനെ സുധീഷ് പറയാണ്, നീതു പ്രഗ്നൻ്റ് ഒന്നല്ല ചേട്ടൻ, അവളിനെ അവളുടെ ചേട്ടൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കി. അതിൽ അവൾ പറഞ്ഞൊരു കള്ളം മാത്രമാണ് താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്, അല്ലാതെ അവൾ പ്രഗ്നൻ്റ് ഒന്നല്ല. പിന്നീട് സുധീഷ് ഹരീഷിൻ്റെ അപ്പോഴത്തെ ടെൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. ഈ സമയത്ത് നിധിക്കൊക്കെ ചെറുതായി ചിരി വരുന്നുണ്ട്. എന്നാൽ സുഭാഷിന് ആകെ സങ്കടമായി, കാരണം ഹരീഷിനെ തല്ലൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് ചെറിയ സങ്കടമുണ്ട്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നിധി കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കുന്നത്. ഇത്രയും ദിവസത്തെ ക്ഷീണമാണ് ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി. ഇനിയിപ്പോൾ ഇന്ന് ലീവ് എടുക്കാനൊന്നും പറ്റില്ല, അപ്പോൾ എന്തായാലും പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഫ്രഷ് ആവാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് ഓഫീസിലെ സിദ്ധാർത്ഥ വരുന്നത്. അത് സുധീഷ് കാണാണ്. സുധീഷ് അപ്പോൾ സിദ്ധാർത്ഥിനെ വീടിനകത്ത് കയറ്റാതെ എന്താണെന്നൊക്കെ ചോദിച്ച് പുറത്തുനിന്ന് സംസാരിക്കുകയാണ്. പറഞ്ഞയക്കാൻ നോക്കുകയാണ് സുധീഷ്. ഈ സമയത്താണ് സുഭാഷ് വരുന്നത്. വരൂ, കയറിയിരിക്കൂ നിധി എന്ന് വിളിക്കുകയാണ്. അങ്ങനെ സിദ്ധാർത്ഥ് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സിദ്ധാർത്ഥിനെ അവിടെ ഇരുത്താണ് കയറ്റിയിട്ട്. എന്നാൽ ഇതൊന്നും സുധീഷിന് അത്ര ഇഷ്ടമാവുന്നില്ല കേട്ടോ, കാരണം നിധിയോട് കൂടുതലായിട്ട് അടുത്ത് സംസാരിക്കില്ലേ സിദ്ധാർത്ഥ്. അതിനിടയിൽ സുഭാഷ് ചോദിക്കുകയാണ്, ചായ എടുക്കട്ടെ സിദ്ധാർത്ഥിനെന്ന്. അങ്ങനെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ നിന്നിങ്ങനെ ഭയങ്കര സംസാരമാണ് നിധിയും അതുപോലെ സിദ്ധാർത്ഥും. ഇതെല്ലാം കണ്ടിട്ട് സുധീഷിനാണെങ്കിലും അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. സുധീഷ് അപ്പോൾ മനസ്സിൽ അടിച്ച് അവിടെ വീഴ്ത്തുന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷെ അതൊക്കെ ഒരു സ്വപ്നം പോലെ നിന്ന് കാണുകയാണ് സുധീഷ്. സിദ്ധാർത്ഥാണെങ്കിലോ നിധിയോട് ഇങ്ങനെ അന്വേഷണം ചോദിക്കുകയാണ്, നിധി കുഴപ്പമൊന്നുമില്ലല്ലോ, താൻ എന്താ ഇത്ര ദിവസം വരാത്ത? അപ്പം നിധി പറയുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊന്നും സുധീഷിന് പറ്റുന്നില്ല കേട്ടിട്ട്. അങ്ങനെ സുധീഷ് കലിപ്പായി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സ് എല്ലാം നല്ല അടിപൊളി എപ്പിസോഡ്സാണ്. കൂടുതലായിട്ട് സുധീഷ് നിധിയൊക്കെ അടുക്കുന്നതെല്ലാമാണ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ കാണണേ. മുൻപത്തെ എപ്പിസോഡ്സ് എല്ലാം